നമസ്കാരം. സന്താനദോഷത്തിന് സർപ്പശാന്തി കൈവരുത്താം. സന്താനദോഷം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇപ്പോഴും അതിന് മാർഗങ്ങൾ പറഞ്ഞിട്ടും പ്രതിവിധികൾ പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന പലരും ഉണ്ട്. ചികിത്സകൾ മാത്രം ചെയ്തിട്ട് ചികിത്സകൾ ഫലവത്താകുന്നില്ല, 8 വർഷമായി 10 വർഷമായി എന്ന് പറയുന്നവര്. നാം സർപ്പങ്ങളെ ഒരു ഈശ്വരനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സർപ്പങ്ങളെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ട് ആരാധിക്കുന്നവരാണ്. കാവ് നശിപ്പിക്കുക, പുറ്റ് നശിപ്പിക്കുക, സർപ്പങ്ങളെ ഉപദ്രവിക്കുക, ഇവയെല്ലാം സർപ്പശാപത്തിന് ഇടയാക്കുന്ന ഒരു കാരണങ്ങളാണ്. ഇതുമൂലം സന്താന ഇല്ലായ്മയും സന്താന ദുരിതങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, സന്താനങ്ങൾക്ക് ദോഷങ്ങൾ, സന്താനങ്ങൾക്ക് അപമൃത്യു, ഇതൊക്കെ വരാറുണ്ട്. 5ാം ഭാവം ജാതക പ്രകാരമുള്ള രാഹു ചൊവ്വയുടെ ദൃഷ്ടിയിലോ ചൊവ്വയുടെ രാശിയിലോ വന്നാലും, വ്യാഴം രാഹുവിനോട് കൂടി നിൽക്കുകയും ചെയ്താലും സർപ്പശാപം ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നവശാൽ വിധി പ്രശാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദോഷപരിഹാരമായിട്ട് നമുക്ക് ഒന്നുകിൽ സർപ്പ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ സർപ്പപ്പാട്ട് നടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ സർപ്പത്തിന് പുറ്റുമൊട്ട ഉണ്ടാക്കി സമർപ്പിക്കുകയോ, അത് വഴിപാടായിട്ട് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ വിധിയാമണ്ണം സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ദോഷമകലാനായിട്ട് സന്താനങ്ങൾക്ക് നല്ലതാണ്, ഉത്തമമാണ്. സന്താന ഭാഗ്യത്തിനായിട്ട് ഉത്തമമാണ്. സന്ധ്യാനാമത്തിനായിട്ട് നമ്മൾ അത് കൂടാണ്ട് തന്നെ സന്ധ്യാനാമത്തിനായിട്ട് നിത്യവും നമ്മൾ നാഗരാജസ്തുതിയുണ്ട്. നാഗരാജസ്തുതി പാരായണം ചെയ്യുകയും രാഹുർ യന്ത്രം വിധിയാമണ്ണം എഴുതി ധരിക്കുന്നതും ഒക്കെ ഈ പറയുന്ന സർപ്പശാന്തി വരുത്താനുള്ള ഉത്തമമായിട്ടുള്ള മാർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്താന ദോഷങ്ങളെ മാറ്റാനും സന്താന ഭാഗ്യത്തിനും സാധിക്കുന്നതാണ്.